നമ്മളെന്ത് പ്രശ്നത്തിന് കാര്യമില്ല, അതിനെ കിട്ടണ്ട. അപ്പോൾ അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതിനെ പിടിക്കാൻ. കാരണം 4-5 കൂട് കൊണ്ടേ വെച്ചും അവർ മനുഷ്യരല്ലേ. ഇടയ്ക്ക് കാണലുണ്ട് ആൾക്കാർ ഇങ്ങനെ പുല്ലിട്ടാൻ പോകുമ്പോൾ കാണലുണ്ട് അതിനെ. പക്ഷെ ഇന്നൊരു നമ്മളൊരു മനുഷ്യനെ അല്ല ഒരു മൃഗത്തിനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഉപദ്രവിച്ചതായിട്ടൊന്നും ഇല്ല. വയനാട് ബത്തേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ സഹോദരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ശരിക്കും എന്താണ്, എങ്ങനെയാണ് സംഭവം? ഇവിടുന്ന് പുല്ലരിയാൻ പോയതാണ് അവൻ. പോയിട്ട് വരാതെ വന്നപ്പോൾ കാണാതായപ്പോൾ ഞാൻ അന്വേഷിച്ചു പോയി. ആ സമയത്താണ് അങ്ങനെ കണ്ടെത്തിയത് അവനെ. ഇന്നത്തേക്ക് 10 ദിവസമായി. അവർ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഈ കടുവ തന്നെ ഇവിടെ നിന്ന് ഒരു ദിവസം കുറേ ദൂരം സഞ്ചരിച്ചിട്ട് അപ്പുറത്ത് വാളവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയിട്ട് അതിനെ പശുവിനെ പിടിച്ച് ആ കടുവ തന്നെയാണെന്ന് പറഞ്ഞ് അവരവിടേക്കായിട്ട് പോയിട്ടുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി. അതിനെ പിടിക്കുന്ന തന്നെയാണ് അവർ ഈ പറഞ്ഞിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിനെ പിടികൂടുന്നു തന്നെയാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. കർഷകനാണ് പ്രജീഷ് കർഷകനാണ്. പശുവിന് പുല്ലേരിയ സമയത്താണ് ഉണ്ടായത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ എന്തെങ്കിലും ഉണ്ടോ ഈ കടുവയെ പിടിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട്? അങ്ങനെ നമ്മളെന്ത് പ്രശ്നത്തിന് കാര്യമില്ല, അതിനെ കിട്ടണ്ട. അപ്പോൾ അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതിനെ പിടിക്കാൻ. കാരണം 4-5 കൂട് കൊണ്ടേ വെച്ചും അവർ മനുഷ്യരല്ലേ. ഇനി മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവരുതെറ്റ് മാത്രം പ്രാർത്ഥിക്കുന്നതിന്. ഈ ഭാഗത്ത് സ്ഥിരം ഉണ്ടാകുന്ന ഒരു സാന്നിധ്യം ഉണ്ട്. ഇടയ്ക്ക് കാണലുണ്ട് ആൾക്കാർ ഇങ്ങനെ പുല്ലിട്ടാൻ പോകുമ്പോൾ കാണലുണ്ട് അതിനെ. പക്ഷെ ഇന്നൊരു നമ്മളൊരു മനുഷ്യനെ അല്ല ഒരു മൃഗത്തിനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഉപദ്രവിച്ചതായിട്ടൊന്നും ഇല്ല. കടുവയുടെ ആക്രമണം ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്.